വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. അങ്ങനെ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ അവസാനത്തെ ചാപ്റ്ററാണ് നിങ്ങൾ കേട്ടോ. ബാക്കി 1 മുതൽ 9 വരെയുള്ള ചാപ്റ്ററും നമ്മുടെ ലിങ്കിലുണ്ട്. നമുക്ക് എക്സാമാണ് കേട്ടോ. ഫെബ്രുവരി ലാസ്റ്റിൽ എക്സാം ടൈം ടേബിളൊക്കെ കിട്ടിയോ? അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് നിങ്ങളെ സുരക്ഷിത ഭക്ഷണം, സുരക്ഷിതമായ ഭക്ഷണം, സേഫ് ഫുഡ് അല്ലേ. നമുക്കിപ്പം കൂടുതലും വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടിൽ വെളിയിൽ പോയി ആഹാരം കഴിക്കുന്നതിനോടാണ് നമ്മൾ കൂടുതലും അല്ലേ. അതാണ് നമുക്കിഷ്ടം ഇല്ലയോ? അപ്പം ഇപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? സുരക്ഷിത ഭക്ഷണം അല്ലെങ്കിൽ സേഫ് ഫുഡ്. ചാപ്റ്റർ 10 ബേസിക് സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്റർ കേട്ടോ. ഞാൻ മലയാളം വായിച്ചിട്ട് ഇംഗ്ലീഷും മലയാളത്തിലും നോട്ടുണ്ട്. അപ്പം ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കുക, മലയാളംകാർ മലയാളം എഴുതിയെടുക്കുക. ടെസ്റ്റ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പം മനസ്സിലാവും. നോക്കാം നിങ്ങളെ. ഫസ്റ്റ് നോക്കിയേ, സുരക്ഷിത ഭക്ഷണം. ഫസ്റ്റ് നോക്കണേ, ഇംഗ്ലീഷുകാർ കേട്ടിരുന്നോടെ നിങ്ങൾ എന്താണെന്നപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. നോക്കിയേ, ചിത്രം നിരീക്ഷിക്കൂ. ചിത്രം നോക്കിക്കേ, എന്തൊക്കെയുണ്ടെന്ന് നോക്കിയുണ്ടോ? ഏതൊക്കെ പടങ്ങളാണെന്ന് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇതിനകത്തിൽ നോക്കിക്കേ, ചിത്രം നിരീക്ഷിക്കൂ. വൈവിധ്യമുള്ള എത്രയെത്ര ഭക്ഷണ വിഭവങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇവയിൽ പലതും നിങ്ങൾ രുചിച്ചു നോക്കിയിട്ടുണ്ടാകും. നിങ്ങൾ കഴിക്കാറുള്ള ആഹാര വിഭവങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ ലിസ്റ്റ് ചെയ്യൂ. നിങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നത് ഒരു ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. പിന്നെ ഓരോരുത്തരും എഴുതിയത് ക്ലാസ്സിൽ വായിക്കൂ. വലിയൊരു പട്ടികയായില്ലേ എന്നാ പറഞ്ഞത്. ഓരോരുത്തരും ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയിരിക്കത്തില്ല നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് കഴിക്കുന്നത് അല്ലേ, നമ്മുടെ കൂട്ടുകാർ കഴിക്കുന്നത് നമ്മളും എല്ലാം എന്താ ഡിഫറെൻ്റ് ആയിരിക്കും. അതാ ഓരോരുത്തരും എഴുതിയത് ക്ലാസ്സിൽ വായിക്കൂ. വലിയൊരു പട്ടികയായില്ലേന്ന്. ഭക്ഷണത്തിൽ എത്രമാത്രം വൈവിധ്യം ഉണ്ടാകാൻ കാരണമായത് എന്തായിരിക്കും? ആ ചോദ്യത്തിൻ്റെ തന്നെ ഉത്തരം അതിൻ്റെ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ടോ നിങ്ങൾ? അതുകൊണ്ട് ഞാനത് എഴുതിയില്ല കേട്ടോ. എന്താ ഭക്ഷണത്തിൽ എത്രമാത്രം വൈവിധ്യം ഉണ്ടാകാൻ കേട്ടോ. ചോദ്യം കേട്ടോണേ, ഈ ചോദ്യം അങ്ങ് എഴുതിയെടുത്തോണേ കേട്ടോ. കാരണം ഇതിൻ്റെ ആൻസർ തന്നെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഭക്ഷണത്തിൽ എത്രമാത്രം വൈവിധ്യം ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും കേട്ടോ. എന്താ ഇംഗ്ലീഷുകാർക്ക് എന്താ ഉണ്ട്? വാട്ട് മേ ബി ദ റീസൺസ് ഫോർ സച്ച് എ ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ് ഐറ്റംസ്. അങ്ങനെ ഒരു ചോദ്യം കണ്ടോ നിങ്ങളുടെ ഇംഗ്ലീഷുകാരുടെ പുസ്തകത്തിൽ? എന്താ വാട്ട് മേ ബി ദ റീസൺസ് ഫോർ സച്ച് എ ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ് ഐറ്റംസ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? അതിൻ്റെ തൊട്ട് താഴെ കിടപ്പുണ്ട്. എന്താ നിങ്ങളെ? ഹ്യൂമൻസ് ആൾവേസ് ഹാവ് പെയ്ഡ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ടു ഫുഡ്. പീപ്പിൾ ആൾസോ എക്സ്പെരിമെൻറ്റ് വിത്ത് ഫുഡ് ഐറ്റംസ് ആൻഡ് മേക്ക് ചേഞ്ചസ്. എന്ന് വെച്ചാൽ മനുഷ്യൻ എക്കാലത്തും ഭക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഭക്ഷണ വിഭവങ്ങൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്നുമുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എഴുതിയിട്ടില്ല. അതങ്ങ് ഇംഗ്ലീഷുകാർക്ക് ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? കാരണം ക്വസ്റ്റ്യനും ആൻസറും അതിൽ കിടപ്പുണ്ട്. ഇനിയോ, നിങ്ങൾ ലിസ്റ്റ് ചെയ്ത എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ആരോഗ്യം നൽകുന്നതാണോ? ചിലതരം ഭക്ഷണങ്ങൾക്ക് തുടർച്ചയായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണോ എന്നൊരു ചോദ്യമുണ്ട്. നമ്മളെ എന്നും ഇപ്പം നിങ്ങൾ അതൊരു ചോദ്യം. ചിലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ തുടർച്ചയായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണോ എന്നൊരു ചോദ്യമുണ്ട്. ആണോ നിങ്ങളെ? ആണോ? അതുപോലെ തന്നെ ഗുണമേന്മയില്ലാത്ത ഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യം എന്താ? ഞാൻ എഴുതിയ നോക്കൂ നിങ്ങളെ. വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. എന്താ നിങ്ങളെ? വൈ ഡു കാണാൻ പറ്റുന്നുണ്ടോ? വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? ഫോർ എനർജി ടു വർക്ക്, ഫോർ ഹെൽത്തി ഗ്രോത്ത്, ഫോർ ഗെറ്റിംഗ് ന്യൂട്രിയൻസ്, ഫോർ കീപ്പിംഗ് ഡിസീസ് എവേ. ഒന്നാമത് നമ്മൾ എഴുതിയതാണ്. കാരണം ഇതിനകത്തിലെ ഞാൻ പറഞ്ഞു ഈ ഒരെണ്ണം മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ബാക്കി നമ്മൾ എന്തൊക്കെ കഴിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് ലിസ്റ്റ് തയ്യാറാക്കുക. അത് ഫുഡിൻ്റെയൊക്കെ പേരങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അത് മലയാളത്തിൽ ഇംഗ്ലീഷിലും അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? വൈ ഡു വി ഈറ്റ് ഫുഡ്? ഫോർ എനർജി ടു വർക്ക്, പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കാൻ. പിന്നെ ഫോർ ഹെൽത്തി ഗ്രോത്ത്, നമുക്ക് ആരോഗ്യകരമായ നല്ല ആരോഗ്യകരമായ വളർച്ചയ്ക്ക്. ഗ്രോത്ത് എന്ന് വെച്ചാൽ വളർച്ച. ഫോർ ഗെറ്റിംഗ് ന്യൂട്രിയൻസ്, നമുക്ക് പോഷക ഘടകങ്ങൾ, ന്യൂട്രിയൻസ് ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ ലഭിക്കാനാണ്. പിന്നെ ഫോർ കീപ്പിംഗ് ഡിസീസ് എവേ, രോഗങ്ങൾ വരാതിരിക്കാൻ. മനസ്സിലായോ നിങ്ങളെ? ആ 4 പോയിന്റും നല്ലതുപോലെ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. കാണാൻ പറ്റുന്നുണ്ടോ? ഇനി ഞാൻ സൂം ചെയ്യണോ നിങ്ങളെ? അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതെ, ഓക്കെ ആണോ? ഒന്നാമത്തെ
അതായത് വൈ ഡു വി ഈറ്റ് ഫുഡ്, നമ്മുടെ ആഹാരം എന്തിന്, അതങ്ങനെ ഒരു ചോദ്യം കണ്ടോ, നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്തിനാണെന്ന് എഴുതാൻ കേട്ടോ. അപ്പം ഇത് 4 എഴുതിയെടുക്കുക. ഓക്കെ ആണോ? രണ്ടാമത്തെ, ആഹാരം എവിടെ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടെന്നോ. നോക്കൂ നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ഭക്ഷണം കഴിക്കാറുണ്ട്? നമ്മൾ എത്ര തവണയാണ് നിങ്ങൾ 3-4 തവണയൊക്കെ കഴിക്കാറുണ്ട്, 4-5 തവണയൊക്കെയും ചിലപ്പോൾ കഴിക്കാറുണ്ടല്ലേ. അതൊക്കെ അവനവൻ സ്വന്തമായിട്ട് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ സാധാരണ ഉൾപ്പെടുത്താറുള്ളത്? നമ്മൾ കൂടുതൽ എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നത്? ഏതൊക്കെയായിരിക്കും? നമ്മൾ അരി, പച്ചക്കറികൾ അല്ലേ, പാല്, മാംസം, പഴങ്ങൾ, ബേക്കറി, മുട്ട, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ അത് എഴുതാൻ അറിയാലോ എന്തൊക്കെയാണെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഇതിനാവശ്യമായ വസ്തുക്കൾ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ഇതിന് ആവശ്യമുള്ള വസ്തുക്കൾ എവിടെ നിന്ന്? ഇപ്പം നമ്മൾ മുട്ട കഴിച്ചു എന്ന് പറഞ്ഞു, മുട്ട എവിടെ നിന്നാ? കടയിൽ നിന്ന് അല്ലേ, മാർക്കറ്റിൽ നിന്ന്. അങ്ങനെ ഒരു ചോദ്യമുണ്ട് അല്ലേ. എന്തൊക്കെ ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ സാധാരണയായി അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ കണ്ടോ? രണ്ടാമത് എഴുതി എന്തൊക്കെ ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ സാധാരണയായിട്ട് ഉൾപ്പെടുത്താറുള്ളത്? എന്തൊക്കെയാ? Which are the dishes do you generally include in your diet? റൈസ്, വെജിറ്റബിൾസ്, എഗ്ഗ്, മിൽക്ക്, ഫ്രൂട്ട്സ്, സ്നാക്സ് അല്ലേ. അരി, പച്ചക്കറികൾ, മുട്ട, പാല്, മാംസം, പഴങ്ങൾ, ബേക്കറി വിഭവങ്ങൾ. ഫ്രം വേർ ഡു യു ഗെറ്റ് ദ ഇൻഗ്രീഡിയൻസ് ഫോർ ദീസ് ഡിഷസ്? ഇതിനാവശ്യമായ വസ്തുക്കൾ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ഇതിനാവശ്യമായതൊക്കെ എവിടെ നിന്നാവും നിങ്ങൾ കിട്ടുന്നത്? എവിടെ നിന്നൊക്കെയാ? നോക്കിക്കേ, ഫ്രം ഹോം, ഫ്രം ദ മാർക്കറ്റ്, ഫ്രം ദ ഫീൽഡ്, ഫ്രം നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു 3 പേര് എഴുതണം കേട്ടോ. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ, ഫ്രം ഹോം. പിന്നെ കടയിൽ പോയി വാങ്ങിക്കുന്നതുണ്ട്. പിന്നെ കടലിൽ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ കടലിൽ നിന്ന് ലഭിക്കുന്നതാണ് മീനൊക്കെ അല്ലേ. പിന്നെ നമ്മൾ വയലിൽ പോയി എടുക്കുന്നത്, ഇപ്പം പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് അടുത്ത് വയലുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി എടുക്കുന്നതുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 4 പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു 4 പേര് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതാണ് എവിടെ നിന്നൊക്കെ എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ. അതാണ്ട് ഒരു കുട്ടിയുടെ ഉച്ചഭക്ഷണവും അതിനാവശ്യമായ വസ്തുക്കളും അവ ലഭിച്ച സ്ഥലവും താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ, നോക്കിക്കേ. ഉച്ചഭക്ഷണം കാണാൻ പറ്റുന്നുണ്ടോ ഉച്ചഭക്ഷണം, ലഞ്ച് അല്ലേ. ഇംഗ്ലീഷുകാർക്ക് എന്താവും ലഞ്ച് നോക്കിക്കോണേ. അത് നമുക്ക് ഓൾറെഡി ആ ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട് അല്ലേ. എങ്ങനെ എഴുതും? ചോറ് അല്ലേ, ചോറ്. റൈസ് ബോയിൽഡ് റൈസ്. നമ്മൾ ചോറിന് എന്താ പറയുന്നത്? ബോയിൽഡ് റൈസ് ആണ് അല്ലേ. എന്ന് വെച്ചാൽ അതിന് യൂസ് ചെയ്ത് അരി അല്ലേ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച വസ്തു അരിയാണ്. ഇനി അതിൻ്റെ സോഴ്സസ് ഓഫ് ഇൻഗ്രീഡിയൻസ് അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? കടയിൽ നിന്നാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ ഒരു മീൻ കറി വെക്കണമെങ്കിൽ അല്ലേ, ഫിഷ് കറിക്ക് നമുക്ക് എന്തൊക്കെ വേണമെങ്കിൽ മീൻ, ഉള്ളി, തക്കാളി, പുളി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പച്ചമുളക്, വെളിച്ചെണ്ണ, കറിവേപ്പില, ജലം. ഇത് ഓരോരുത്തരും ഓരോ രീതിയിൽ വെക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ, എന്തൊക്കെ ഉപയോഗിച്ച വസ്തുക്കൾ എന്തൊക്കെയാണെന്ന്. ഇനി അത് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? മീൻ കറിക്കാണെങ്കിൽ ഒന്നുകിൽ മീൻ നമ്മൾ മാർക്കറ്റിൽ പോയി ആയിരിക്കും അല്ലേ, ബാക്കിയുള്ളതൊക്കെ കടയിൽ നിന്നും, ചിലത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതുണ്ട് അല്ലേ. അങ്ങനെ ചിലത് കിണറിൽ നിന്നും. കിണറിൽ നിന്നും ഉദ്ദേശിച്ചത് വെള്ളമാണ്, ജലം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ കിണർ പറഞ്ഞത് കേട്ടോ, കിണറ്റിൽ നിന്നും കിട്ടുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മളൊരു തോരൻ വെക്കാൻ പോവുകയാണ്. തോരൻ അല്ലേ. തോരൻ എന്താണ്? നമ്മൾ പയർ തോരനാണെങ്കിൽ പയറ്, തേങ്ങ, വെളിച്ചെണ്ണ, കടുക്, മുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്, ജലം അല്ലേ. അത് പയറൊക്കെ നമ്മൾ വീട്ടിലുണ്ടായതാണ്, ബാക്കി കടുകും മുളകും ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്, വെള്ളം നമ്മൾ കിണറിൽ നിന്നുള്ള. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു ലഞ്ച് അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ഇവിടെ എന്തൊക്കെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്, അതിന് വേണ്ടുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, ഇത് ഇവിടെ നിന്ന് ലഭിച്ചു എന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് കഴിഞ്ഞാൽ മാങ്ങാച്ചാറാണ്. മാങ്ങ, മുളക് പൊടി, കായം, ഉപ്പ്, എണ്ണ, ഉലുവാപ്പൊടി, കടുക്, മഞ്ഞപ്പൊടി, ഇതൊക്കെ വേണം അല്ലേ. ഇതൊക്കെ എവിടെ നിന്നാണ്? നമ്മൾ കടയിൽ നിന്നാണ് അല്ലേ. അത്രയേ ഉള്ളൂ. നിങ്ങൾ എവിടെ എന്തൊക്കെ എങ്ങനെയൊക്കെ കിട്ടുന്നു എന്ന് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. ഇനി നോക്കി, ആഹാരം പാകം ചെയ്യാൻ ആവശ്യമായ വസ്തുക്കൾ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ആഹാരം പാകം ചെയ്യാനേ അടുത്തത് നോക്കിക്കേ. ആഹാരം പാകം ചെയ്യാൻ ആവശ്യമായ വസ്തുക്കൾ എവിടെ നിന്നുമൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ഇവ കടയിൽ നിന്ന് വാങ്ങിയ വസ്തുക്കൾ ഏതെല്ലാമാണ്? ഇപ്പം നമ്മൾ ആ എഴുതിയ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ ആവും നിങ്ങൾ. ആഹാരം പാകം ചെയ്യാൻ ഇപ്പം നമ്മൾ ചോറ്, ആഹാരം അല്ല, ഇത് ഉപയോഗിച്ച വസ്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിയും വെള്ളവും വേണമായിരുന്നു അല്ലേ. ഉപയോഗിച്ച വസ്തുക്കൾ ലഭിച്ചത് എവിടെ? ഇത് അരി അല്ലെ, ചോറെന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ 2-3 നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു സാമ്പാറാണ്, നമ്മുടെ സാമ്പാറാണെന്ന് വിചാരിച്ചു. ഒരു സാമ്പാറിന് എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പം സാമ്പാർ പൊടി
കിട്ടും അല്ലേ. അത് മേടിച്ച് പച്ചക്കറിക്കകത്തിലോട്ടല്ലേ പച്ചക്കറി അല്ലേ അതിൻ്റെ പച്ചക്കറിക്കകത്തിലോട്ട് ആ സാമ്പാറിൻ്റെ മിക്സ് ചേർത്ത് കലക്കുക ഇല്ലേ ഇപ്പം. പക്ഷേ അല്ലാതെ ആണെങ്കിൽ നമ്മളെന്താ മഞ്ഞപ്പൊടി, മുളക് പൊടി ഇല്ലേ, കായപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇതൊക്കെ ഇട്ടാണ് സാമ്പാർ വെക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് മേടിച്ചതെല്ലാം നമ്മൾ കടയിൽ നിന്നുമാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പം ചായ, ഒരു ചായ ആഹാരം ചായ അല്ലേ, കുടിക്കുന്നതാണ് ചായ. ഇതിന് നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്? പാല്, തേയില, പഞ്ചസാര, വെള്ളം അല്ലേ. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? പാലും നമ്മൾ കവർ പാലാണ് മേടിക്കുന്നെങ്കിൽ അതും കടയിൽ നിന്ന്. എല്ലാ സാധനങ്ങളും വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് അല്ലേ. പിന്നെ വെള്ളം നമ്മൾ കിണറിൽ നിന്നുമാണ് എടുത്തത്. അത് നമ്മൾ സ്വന്തമായിട്ട് ഇത് എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ, ഓരോ ഭക്ഷണ വിഭവവും കേട്ടോ തയ്യാറാക്കുന്നതിന് വ്യത്യസ്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അവ ലഭിക്കുന്നത് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ പട്ടിക വിശകലനത്തിലൂടെ മനസ്സിലാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾ. നമ്മൾ ഈ വായിച്ചതിൽ നിന്നും നമ്മളിപ്പോൾ ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ അത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടോ? ഇല്ല. നമ്മൾ ഒന്നുകിൽ അത് കടയിൽ പോയി വാങ്ങിക്കുക അല്ലേ. ഇപ്പം മീനാണെങ്കിൽ ഒന്നുകിൽ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുക. അത് വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് മീൻ വെക്കുന്നതും തോരൻ വെക്കുന്നതും സാമ്പാർ വെക്കുന്നതും എല്ലാം വ്യത്യസ്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണെന്നാണ് പറയുന്നത് അല്ലേ. ഇത് തയ്യാറാക്കുന്നത് വ്യത്യസ്ത വസ്തുക്കൾ ഉപയോഗിച്ചതാണെന്നാണ് പറഞ്ഞത്. അവ ലഭിക്കുന്നത് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുമാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതാണല്ലോ. നമ്മൾ കഴിക്കുന്ന ആഹാരം പോഷകപ്രദവും സുരക്ഷിതവും ആവണം. ഇതിനായിട്ട് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം, അവ പാചകം ചെയ്യുന്ന രീതി തുടങ്ങിയവ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരം ചുമ്മാതെ വാരി വലിച്ചു കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ല കുഞ്ഞുങ്ങളെ. നമ്മൾ കുറേ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ല. പോഷകപ്രദമായിരിക്കണം, സുരക്ഷിതവുമാവണം കേട്ടോ. സുരക്ഷിതവുമാവണം. ഇതിനായിട്ട് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം നോക്കണം അല്ലേ. അവ പാചകം ചെയ്യുന്ന രീതി തുടങ്ങിയവ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ദ ഫുഡ്, നിങ്ങളുടെ ഇംഗ്ലീഷുകാരുടെ ബുക്കിൽ കിടപ്പുണ്ടോ നിങ്ങൾ? ദ ഫുഡ് വി ഈറ്റ് മസ്റ്റ് ബി ന്യൂട്രിയൻസ് ആൻഡ് സേഫ്. Hence, care must be taken to ensure the quality of both the ingredients used for preparing the dishes and the method of preparation. അതിൻ്റെ മലയാളം കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? മലയാളം ഒന്ന് അറിഞ്ഞിരിക്കണേ. ഇനി സുരക്ഷിതമായ ഭക്ഷണം, നമ്മൾ ഡയറ്റ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഡയറ്റീഷ്യൻ പറയുന്നത് എന്താണ്? നല്ല ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഒരു ഡയറ്റീഷ്യൻ പറയുന്നത് എന്താവും നിങ്ങളെ? സമീകൃത ആഹാരത്തിൻ്റെ അഭാവവും തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ് നമ്മുടെ മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. ഭക്ഷ്യവിഭവങ്ങളുടെ തിരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ആഹാരം ആരോഗ്യകരമാവൂ കേട്ടോ. അദ്ദേഹം പറയുന്നതുണ്ടോ. ഇനി സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കാൻ ഭക്ഷ്യവസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ് മുതൽ അത് ഭക്ഷിക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് നമ്മളിങ്ങനെ വെറുതെ വാരി വലിച്ച് കഴിക്കരുത്. സമീകൃത ആഹാരവും അഭാവവും തെറ്റായ ഭക്ഷണ ശീലങ്ങളുമാണ്. എന്ന് വെച്ചാൽ ചില ആൾക്കാർ എപ്പോഴും 2 മണിക്കൂർ ഇടവിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ചോദ്യം നോക്കിയേ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫ്രം ദ selections of food items to its consumption to get safe food? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കാൻ ഭക്ഷ്യവസ്തുക്കളുടെ തെരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഇംഗ്ലീഷുകാരെന്താവും നിങ്ങളെ? ക്വാളിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്, വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്, ക്ലീനിങ് ഓഫ് ഫുഡ് ഐറ്റംസ്, കുക്കിംഗ് ഓഫ് ഫുഡ്, സെലക്ഷൻ ഓഫ് ഐറ്റംസ്. ഒരു 5 എണ്ണത്തിൻ്റെ പേര് കണ്ടോ. വായിക്കാൻ അറിയാമല്ലോ, എല്ലാം വായിക്കാം. ഈ 2 വശം എഴുതിയത് കൊണ്ട് അപ്പുറത്തെ വശം എഴുതിയതിൻ്റെ ഒരു ഇതുണ്ടോ നിങ്ങൾ? എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ 5 എണ്ണം എഴുതിയെടുക്കണേ. മലയാളംകാരെങ്ങനെ എഴുതിയെടുക്കും? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ, ഭക്ഷ്യവസ്തുക്കളുടെ ശുദ്ധീകരണം, പാചകം ചെയ്യുക, ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുപ്പ്, വ്യത്യസ്തമായ ഭക്ഷ്യവസ്തുക്കൾ കേട്ടോ. മലയാളവും ഇംഗ്ലീഷും ഉണ്ടാവും നിങ്ങൾ. ഇതിൻ്റെ എല്ലാം അതായത് ക്വാളിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ നല്ല ഗുണമേന്മയുള്ള വസ്തുക്കൾ നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലേ. ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാൻ നമ്മൾ ഗുണമേന്മയുള്ളത് തിരഞ്ഞെടുക്കണം. ഫുഡ് വെറൈറ്റി, വ്യത്യസ്തതയുള്ള ഫുഡ് ഐറ്റംസ് തിരഞ്ഞെടുക്കുക. ക്ലീനിങ് ഓഫ് ഫുഡ് ഐറ്റംസ് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ടുള്ള അല്ലേ, ക്ലീനിങ് ശുദ്ധീകരിച്ച് കഴിക്കുക. ഇപ്പോൾ അരി മേടിച്ച് അരി കൊണ്ടുവന്ന് ഉടനെ അങ്ങ് എടുത്ത് നമ്മൾ അടുപ്പിലിട്ടാണോ ചോറുണ്ടാക്കുന്നത്? അടുപ്പിലിട്ട് ആണോ? അല്ല, അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ. ക്ലീൻ ചെയ്തതിന് ഏത് വസ്തുവും നമ്മൾ കഴുകി വേണം ഉപയോഗിക്കാൻ.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും പഞ്ചസാര കഴുകിയാണോ ഉപയോഗിക്കുന്നത്? പച്ചക്കറിയും അതുപോലെ തന്നെ ഗ്രെയിൻസിൻ്റെ ഒക്കെ കാര്യമാണ്, ധാന്യങ്ങളൊക്കെ കഴുകിയാണ് എടുക്കണമെന്ന് കേട്ടോ. ഇനി അപ്പോൾ നോക്കിയേ, കുക്കിംഗ് ഓഫ് ഫുഡ്, പാചകം ചെയ്യുന്നത്, പിന്നെ സെലക്ഷൻ ഓഫ് ഫുഡ് ഐറ്റംസ്, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കഴിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ 5 എണ്ണത്തിന് നോക്കിയേ, ഇംഗ്ലീഷുകാരും മലയാളംകാരും അതിൻ്റെ ആൻസർ. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, അപ്പോൾ അത് ഈ ബോക്സിൽ കിടക്കുന്ന 5 എണ്ണത്തിൻ്റെ ആൻസർ ആവും നിങ്ങളെ. അത് അടുത്ത് നോക്കിയേ, ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ, അതല്ലേ ഇപ്പം നമ്മൾ പഠിച്ചത് അല്ലേ, തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കിക്കേ, മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ, എല്ലാം സ്പീഡിൽ അങ്ങ് പറയുന്നത് ഈ പാഠം നമുക്ക് എടുക്കാൻ വേണ്ടി കേട്ടോ. എല്ലാത്തിൻ്റെയും നോട്ട് ഇതിലുണ്ടാവും നിങ്ങൾ കേട്ടോ, പ്രധാനപ്പെട്ടത്. കാരണം ഓൾറെഡി ഇതിനകത്ത് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ ഇംഗ്ലീഷും മലയാളവും കൂടാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷും മലയാളവുംകാർക്ക് മലയാളമായിട്ടാണ് എഴുതുന്നത്. അപ്പം നോക്കിക്കേ, ഇനി മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ നോക്കിക്കേ, നമ്മൾ മീൻ മേടിക്കുമല്ലോ, നമുക്ക് നമ്മുടെ റോഡിൽ കൂടെ ഒക്കെ മീൻ കൊണ്ടുവന്നു, അല്ലെ നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കുന്നു അല്ലേ. മീൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇനി ആയാലും ശ്രദ്ധിച്ചോളാം. നോക്കിയേ, നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ് നല്ലത്, ഏതാണ് നല്ലത് എന്ന് തിരഞ്ഞെടുക്കേണ്ടത്, ചൂസ് ചെയ്യുക അല്ലേ. വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവ്വസ്ഥിതിയിലാകുന്നത് നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മൾ മീനിനെ ചെന്നിങ്ങനെ തൊട്ട് നോക്കുമ്പോഴേ, അത് തൊട്ട് നോക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗമാണെങ്കിൽ, കുഴിഞ്ഞു പോയിട്ട് നമ്മളിപ്പോൾ ഈ ബുക്ക് തന്നെ ഉണ്ട്, അത് പൂർവ്വസ്ഥിതിയിലോട്ട് വരുന്നുണ്ടോ, അങ്ങനെ വരുന്നതാണെങ്കിൽ അത് നല്ലതാണെന്നോ, നല്ല മീനാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ പുറംതൊലിയിൽ ചെറിയ തോതിൽ ഈർപ്പമുള്ളതും തിളക്കമുള്ളതുമായിരിക്കണം. പുറംതൊലിയിൽ ഇച്ചിരി തിളക്കവും ഈർപ്പവും ഉള്ളതായിരിക്കണം. അതിൻ്റെ ചെകിളപ്പൂക്കൾ തിളങ്ങുന്നതും പിങ്ക് നിറമുള്ളതുമായിരിക്കണം. ചെകിളയില്ല കുഞ്ഞുങ്ങൾ, എൻ്റെ ഗിൽസ് എന്താണ്, നല്ല ഷൈൻ, നല്ല തിളക്കമുള്ളതൊക്കെ ആയിരിക്കണം. കണ്ണുകൾ യഥാസ്ഥാനത്തുള്ളതും പിന്നെ സ്വാഭാവിക നിറമുള്ളതും ആയിരിക്കണം. പിന്നെ അതുപോലെ ദുർഗന്ധമില്ലാത്തതും ആയിരിക്കണം. ഇനി ഒഴിവാക്കേണ്ടതോ, വിരൽ കൊണ്ട് നമ്മൾ അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്നത് അല്ലേ, അത് ഒഴിവാക്കുക. എന്ന് വെച്ചാൽ അത് ആ മീൻ്റെ പടം തന്നെ കൊടുത്തേക്കുന്നത് കണ്ടില്ലേ. മാംസം അസ്ഥിയിൽ നിന്നും വിട്ടുപോകുന്നത് ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണെന്നേ, ചാരനിറമോ നേർത്ത പച്ചനിറമോ ആയ ചെകിളപ്പൂക്കൾ, കുഴിഞ്ഞ കണ്ണുകളുള്ളത്, ദുർഗന്ധമുള്ളത് ഒക്കെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാനത് എഴുതിയിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റിൽ കണ്ടോ. ഒരു മത്സ്യം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വാട്ട് പ്രിക്വേഷണറി മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ വെൽ സെലക്ടിങ് ഫിഷ്. നോക്കിയേ, ചൂസ് തിരഞ്ഞെടുക്കേണ്ടത് വെൻ ഫിംഗർ പ്രസ്ഡ് ഓവർ ദ ഫിഷ് ഈസ് റിലീസ്ഡ് ദ ഡിപ്രസ്ഡ് പാർട്ട് ഓഫ് ദ ഫ്ലഷ് റീസ്റ്റോർസ് ഇറ്റ്സ് ഷേപ്പ്. വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവ്വസ്ഥിതിയിലാകുന്നത്. അതുപോലെ തന്നെ സ്ലൈറ്റ്ലി വെറ്റ് ആൻഡ് ഷൈനി ഔട്ടർ സ്കിൻ, പുറന്തൊലിയിൽ ചെറിയ തോതിൽ ഈർപ്പമുള്ളതും തിളക്കമുള്ളതും, ഷൈനി ആൻഡ് പിങ്കിഷ് ഗിൽസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഗിൽസ് എന്ന് വെച്ചാൽ ചെകിളയാണ് കുഞ്ഞുങ്ങളെ. ചെകിളപ്പൂക്കൾ തിളങ്ങുന്നതും പിങ്ക് നിറമുള്ളതും. ഇനി അവോയ്ഡ് ചെയ്യാൻ 3 എണ്ണം എഴുതിയിട്ടുള്ളൂ, ആ 3 എണ്ണമെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. 2 എന്ന് വെച്ചാൽ വേണ്ടുന്നതും ഒഴിവാക്കേണ്ടതും. ഫൗൾ സ്മെല്ല്, ദുർഗന്ധമുള്ളതിനെ ഒഴിവാക്കുക. സ്ലൈറ്റ്ലി ഗ്രീനിഷ് ഓർ ആഷ് കളേർഡ് ഗിൽസ്, ചാരനിറമോ നേർത്ത പച്ചനിറമോ ആയ ചെകിളപ്പൂക്കളാണെങ്കിൽ അതൊക്കെ പഴയ മീനായിരിക്കും. മാംസം അസ്ഥിയിൽ നിന്ന് വിട്ടുപോകുന്നത്, ഫ്ലഷ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ ബോൺ കേട്ടോ. അപ്പോൾ അത്രയും അങ്ങനെയുള്ളതിനെ ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ മീനിൻ്റെ കാര്യം അത്രയും അറിഞ്ഞിരുന്നാൽ മതി കുഞ്ഞുങ്ങളെ. ഫിഷിനെ സംബന്ധിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആകെ ഇത്രയും കാര്യങ്ങൾ ഈ 2 ബോക്സിലെ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത് നോക്കിയേ, പാലുൽപ്പന്നങ്ങളെക്കുറിച്ചും നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്നാണ് പാൽ ലഭിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്ന്? നമ്മളൊന്നുമില്ല പാക്കറ്റ് പാൽ മേടിക്കുക അല്ലേ വീട്ടിലെ പശു, ആട് എന്നിവയിൽ നിന്നുമൊക്കെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. അതൊരു ചോദ്യം കേട്ടോ. ഓക്കെ, ഇൻ യുവർ ഹൗസ് വേർ ഡു യു ഗെറ്റ് മിൽക്ക് ഫ്രം? നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്നാണ് പാല് ലഭിക്കുന്നത്? ബൈസ് പാക്കറ്റ് മിൽക്ക്, ഒന്നുകിൽ നമ്മൾ പാക്കറ്റ് പാല് വാങ്ങുന്നു അല്ലേ. ഗെറ്റ് മിൽക്ക് ഫ്രം കൗ ഓർ ഗോട്ട് അറ്റ് ഹോം, അല്ലെങ്കിൽ വീട്ടിലെ പശുവിൽ നിന്നോ ആടിൽ നിന്നോ എന്നിവയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, അവയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത ഒരു ചോദ്യം ഉണ്ടല്ലേ, എന്താ നിങ്ങളെ നോക്കുക, അതൊരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ, നോക്കണേ. അതായത് കടയിൽ നിന്ന് പാലോ പാലുൽപ്പന്നങ്ങളോ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നൽകിയിട്ടുള്ള പ്രസ്താവന പരിശോധിച്ച് ഉചിതമായിട്ട് അടയാളപ്പെടുത്തൂ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, കവറിൽ ലോഗോ ഉള്ള പാലാണോ നമ്മൾ മേടിക്കേണ്ടത്? അതെ, യെസ് കേട്ടോ. ഇംഗ്ലീഷുകാരുടെ അടുത്ത് എന്താ ചോദിക്കുന്നത്? നോക്കൂ നിങ്ങളെ, മിൽക്ക് പാക്കഡ് വിത്ത് എ ലോഗോ, യെസ് കേട്ടോ, അത് കൊടുത്തേക്കണേ. ഇനി നിറമാറ്റമുള്ള പാലാണോ നമ്മൾ? ഡിസ്കളേർഡ് മിൽക്ക് ആണോ? അല്ല.
അല്ലേ, ഡിസ്കളേർഡ് അല്ല എന്ന് വെച്ചാൽ നിറമാറ്റമുള്ള പാൽ അല്ല. പായ്ക്ക് ചെയ്യാത്ത പാലും പാലുൽപ്പന്നങ്ങളും, പായ്ക്ക് ചെയ്യാത്ത പാൽ അത് എന്നത്തെയാണെന്ന് പോലും നമുക്കറിയത്തില്ലയോ. പായ്ക്കൊന്നും ഇല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ അത് എന്നത്തെയാണ്, അപ്പോൾ അത് വാങ്ങിക്കരുത് അല്ലേ. പായ്ക്ക് ചെയ്ത തീയതിയും കാലാവധിയും കവറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം ഇല്ലയോ നിങ്ങളെ. വാങ്ങിക്കരുതോ. ഡേറ്റ് ഓഫ് പാക്കിംഗ് ആൻഡ് എക്സ്പയറി പ്രിൻറ്റഡ് ഓൺ ദ പാക്കറ്റ്, അത് നമുക്ക് വാങ്ങിക്കാം, കാരണം അത് ഡേറ്റ് കിടപ്പുണ്ട്. ലഭ്യമാകുന്ന സ്രോതസ്സിൻ്റെ ഗുണനിലവാരം എന്ന് വെച്ചാൽ ക്വാളിറ്റി ഓഫ് ദ സോഴ്സ്, ക്വാളിറ്റി അല്ലേ, അതിൻ്റെ സോഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ മേടിക്കാം. ചീസ്, പനീർ എന്നിവ പാക്ക് ചെയ്തതും സീലുള്ളതും. നമ്മൾ ഈ ചീസ് പാക്ക്ഡ് ആൻഡ് സീൽഡ് ചീസ് ആൻഡ് പനീർ മേടിക്കുമ്പോഴേ അതിനകത്ത് സീലുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം. സീലുള്ള എന്ത് സാധനം മേടിക്കാം നിങ്ങൾ, കാരണം അതിനകത്ത് എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? കടയിൽ നിന്ന് പാലും പാലുൽപ്പന്നങ്ങളും വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ നിങ്ങളെ. അപ്പോൾ എന്താ, നിറമാറ്റമുള്ള പാലോ അല്ലെങ്കിൽ കവർ സീലില്ലാത്ത പാലോ ഒന്നും മേടിക്കരുത്. എന്തൊക്കെ മേടിക്കാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ ആണോ? ഇനി അടുത്ത പഴങ്ങൾ, ഓരോന്നിനെ കുറിച്ചാണ്. മീനിനെ കുറിച്ച് പഠിച്ചു, പാലിനെ കുറിച്ച് പഠിച്ചു, പഴങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യമാണ്, ഫുഡിൻ്റെ ചാപ്റ്റർ ആയത് കേട്ടോ. അപ്പം നമ്മൾ ഓരോന്ന് എന്ത് കഴിക്കണം, ആദ്യം നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് അല്ലേ, എങ്ങനെയാണ് ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്നൊക്കെയാണ് ആദ്യം പറയുന്നത്. പിന്നെ നമ്മൾ ഫിഷിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഒരു ചോറിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം, ഒരു കൂട്ടാനൊക്കെ വെക്കണമെങ്കിൽ അതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം, നമുക്ക് ആഹാരം എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് അല്ലേ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ മീനിനെക്കുറിച്ച് അല്ലെ, മത്സ്യത്തെക്കുറിച്ച് പഠിച്ചു, പിന്നെ പാലുൽപ്പന്നങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് പഴങ്ങളും പച്ചക്കറികളും അല്ലേ, പഴങ്ങളും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നോക്കിക്കേ. തിരഞ്ഞെടുക്കണം. നമ്മളൊരു കടയിൽ നിന്ന് പോയി പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മൾ വാങ്ങാറില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാവും നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് നോക്ക്, ഞാനത് എഴുതിയിട്ടുണ്ട്. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കിയേ. സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാ? അൺഡാമേജ്ഡ് ഔട്ടർ സ്കിന്ന്, പുറന്തോട് കേടില്ലാത്തത് നോക്കി വാങ്ങിക്കണം. നോട്ട് ഡീക്കേഡ്, അഴുകാത്തത് വേണം വാങ്ങിക്കാൻ. ന്യൂലി അറൈവ്ഡ്, പുതിയതായിട്ട് എത്തിയതായിരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇരുന്ന് പഴകിയതാണോ. അതെ, പിന്നെ ഫ്രഷ് ആയിരിക്കണം, വാടാത്തതുമായിരിക്കണം. ഒരു 4 പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. 4, അതായത് നമ്മൾ ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മേടിക്കുമ്പോൾ ഈ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ്? ഡാമേജ്ഡ് ഔട്ടർ സ്കിൻ, പുറം തൊലി കാണുമ്പോഴേ നമുക്കറിയാം ഇത് എന്ന് കൊണ്ടുവന്നതാ, എന്നത്തെയാന്നൊക്കെ അല്ലേ. പിന്നോ ഡീക്കേഡ്, അഴുകിയതാണെങ്കിൽ അതും ഒഴിവാക്കുക. പിന്നെ ഓൾഡ് സ്റ്റോക്ക്, പഴകിയതാണെങ്കിൽ മേടിക്കരുത്. സ്റ്റെയിൽ, വാടിയതോ വല്ലതും ആണെങ്കിൽ അതും വാങ്ങിക്കരുത് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ, ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആട്ടോ. എന്താ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് കേട്ടോ. ക്വസ്റ്റ്യനും ആൻസറും കണ്ടല്ലോ, മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, പഠിക്കണേ. ഓക്കെ. അപ്പം ഇനി നോക്കി, പായ്ക്ക് ചെയ്ത ഞാൻ കുറേയൊക്കെ ടെസ്റ്റിൽ തന്നിരിക്കുന്നത് വരച്ച് നിങ്ങളോട് പറയുന്നുണ്ട്, വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ കേട്ടോ. പിന്നെ ഇതിലില്ലാത്തതാണ് നമ്മൾ നോട്ട് എഴുതുന്നത് കേട്ടോ. നോക്കൂ നിങ്ങളിവിടെ പിന്നെന്താ, പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ചിപ്സ്, പാനീയങ്ങൾ തുടങ്ങിയ നിരവധി ഭക്ഷ്യവിഭവങ്ങൾ ഇന്ന് പാക്കറ്റുകളിൽ ലഭ്യമാണ്. ഇത്തരം പാക്കറ്റുകളിൽ നാം ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിൽ വാങ്ങിയ ഒരു ഒഴിഞ്ഞ പാക്കറ്റ്, അത് ബിസ്ക്കറ്റോ ബ്രെഡോ ചോക്ലേറ്റോ ഇതിവയിൽ ഏതെങ്കിലും നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് അതിൻ്റെ ലേബൽ പരിശോധിക്കൂ. എന്തെല്ലാം വിവരങ്ങളാണ് കണ്ടെത്താൻ കഴിയുന്നതെന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചെന്ന് വെച്ചോ, അതിനകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ലേബലിൽ കാണുന്നതെന്ന് എഴുതാൻ. അത് നമ്മുടെ ടെസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ എന്തൊക്കെയാണെന്ന് കണ്ടോ നിങ്ങളെ. ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ പേരായിരിക്കും കൊടുത്തിട്ടുള്ളത് അല്ലേ, ഭക്ഷ്യവസ്തുക്കളുടെ പേര്, നെയിം ഓഫ് ദ ഫുഡ് ഐറ്റംസ്. പിന്നെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്, ഞാനങ്ങ് ആദ്യം വായിക്കാം കേട്ടോ. ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്, ഇൻഫർമേഷൻ റിഗാർഡിംഗ് ന്യൂട്രിയൻസ്, കലോറിഫിക് വാല്യൂ, വെജിറ്റേറിയൻസ് അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ സിമ്പൽ, ക്വാണ്ടിറ്റി, വെയിറ്റ്, ഡേറ്റ് ഓഫ് മാനുഫാക്ചർ, ഡേറ്റ് ഓഫ് എക്സ്പയറി, പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ, അഡ്രസ് ഓഫ് പ്രൊഡ്യൂസർ, ആഡഡ് പ്രിസർവേറ്റീവ്സ്, കളറിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്, ലൈസൻസ് നമ്പർ ആൻഡ് FSSI ലോഗോ, പിന്നെ മെത്തേഡ് ഓഫ് യൂസ്, ഇവയൊക്കെ ഏതെങ്കിലുമൊക്കെ കാണും കുഞ്ഞുങ്ങളെ. അതായത്
ഭക്ഷ്യവസ്തു. നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ പേരാദ്യം, പിന്നെ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ചേരുവകൾ, പിന്നെ പോഷക ഘടകങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്ലേ, പിന്നോ കലോറിക മൂല്യം, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അളവും തൂക്കവുമുണ്ട്, അതെന്നാണ് നിർമ്മിച്ചതെന്നും എന്ന് വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതുകൊണ്ട്, ഇത് ഉൽപ്പാദിപ്പിച്ച സ്ഥലം എവിടാണ്, ഇത് ആരാണ് ഉൽപ്പാദിപ്പിച്ചത്, ഇനി ഏത് പ്രിസർവേറ്റീവുകളാണ് ഉപയോഗിച്ചത്, നിറം കൊടുക്കാൻ ഉപയോഗിച്ച എന്തെങ്കിലും വസ്തുക്കളുണ്ടോ, പിന്നെ ലൈസൻസ് നമ്പറുകളും, ഇത് ഇന്ന് വരെ ഉപയോഗിക്കാനുള്ള തീയതിയും, ഇത് ഇത്രയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ചിലപ്പോൾ ചോദിക്കാം, നമ്മൾ ഈ പാക്കറ്റ് പരിശോധിച്ചിട്ട് ഒരു ബിസ്ക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു പേര് തന്നിട്ട് അതിൻ്റെ പാക്കറ്റുകളിൽ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എഴുതിക്കോണം കേട്ടോ. നിങ്ങളുടെ കണ്ടെത്തലുകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ക്ലാസ്, നിങ്ങളിനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്ലാസ്സിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ നിങ്ങളെ? അടുത്തത് മായം ചേർക്കൽ. അടുത്തതായിട്ട് മായം ചേർക്കൽ. ഇന്ന് മായം ചേർക്കാത്ത വല്ല ഫുഡും ഉണ്ടോ ഇല്ലേ? അഡൾട്ടറേഷൻ. നിങ്ങളെ അഡൾട്ടറേഷൻ നോക്കിക്കേ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിഗണിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട മേഖലയാണ് ഈ മായം ചേർക്കൽ എന്ന് പറയുന്നത്. മായം ചേർക്കലുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പത്രവാർത്ത വിശകലനം ചെയ്ത് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങളോട് നിങ്ങൾ പ്രതികരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് നോക്കിയേ, ശർക്കരയിൽ വൻതോതിൽ മായം. ശർക്കര ഉണ്ടോ? നമ്മുടെ വെള്ള ശർക്കരയുണ്ട്, ചുവന്ന ശർക്കരയുണ്ട് അല്ലേ, ജാഗറി. നോക്കിയേ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് 3500 കിലോഗ്രാം മായം കലർന്ന ശർക്കര ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പിടികൂടി. തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആയ റെഡോമിൻ, പേര് ഓർത്തണോ നിങ്ങൾ, റെഡോമിൻ ബി കലർത്തിയ ശർക്കരയാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തത്. റെഡോമിൻ ബി ചെറിയ അളവിൽ പോലും ശരീരത്തിനുള്ളിൽ എത്തിയാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ശർക്കരയൊക്കെ മേടിക്കുമ്പോൾ ലേബലില്ലാത്ത എന്ന് വെച്ചാൽ ഇപ്പം മിക്കവാറും പ്ലെയിൻ കവറിലായിരിക്കും ശർക്കര വരുന്നത് കേട്ടോ. അന്ന് ലേബലില്ല. കാരണം ഇത് ആരുണ്ടാക്കുന്നു, എവിടെ ഉണ്ടാക്കുന്നു എന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ശർക്കര മേടിക്കാൻ കടയിൽ പോയി കഴിഞ്ഞാൽ ശർക്കര എന്ന് അല്ലേ ഒരു പേര് കണ്ടു കഴിഞ്ഞാൽ ജാഗറി എന്നൊരു പേര് കണ്ടു കഴിഞ്ഞാൽ അത് മേടിച്ചോണ്ടെങ്കിൽ പോരുക. അപ്പോൾ അത് നോക്കുമ്പോൾ ശർക്കരയുവാ. പക്ഷേ അങ്ങനെ ലേബലില്ലാത്ത സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്തിൽ എന്തൊക്കെ അടങ്ങുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇതിന് കളറ് കൂട്ടാൻ വേണ്ടി ഇവരെന്ത് ചെയ്യുന്നറിയോ, തുണികൾക്കൊക്കെ നിറം നൽകുന്ന, നമ്മുടെ തുണി പല കളറിലെ തുണികളില്ലേ കുഞ്ഞുങ്ങളെ, അതിന് നിറം കൊടുക്കുന്ന റെഡോമിൻ ബി, അതൊന്ന് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ. ഇത് ശർക്കരയ്ക്കകത്തിലിട്ടാണ് ഇതിനും കളറ് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കണേ ജാഗറിയെക്കുറിച്ച്. അപ്പം നമ്മളോട് ചോദിക്കും, വാട്ട് ഈസ് റെഡോമിൻ ബി ആഡഡ് ടു ജാഗറി കേട്ടോ. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. വേണ്ടേ, ശർക്കരയിൽ എന്തിനാണ് റെഡോമിൻ ബി ചേർക്കുന്നത്? വൈ ഈസ് റെഡോമിൻ ബി ആഡഡ് ടു ജാഗറി? റെഡോമിൻ ബി ഈസ് എ സിന്തറ്റിക് ഡൈ. ഇതൊരു സിന്തറ്റിക് ഡൈ ആണല്ലേ, തുണികളിൽ നിറം കൊടുക്കുന്നത് അല്ലേ. ഇറ്റ്സ് ആഡഡ് ടു ഇമ്പോർട്ട് അല്ലേ, ടു ആഡഡ് ദ ഇമ്പാർട്ട് എന്നാട്ടോ, ഇമ്പാർട്ട് കളർ ടു ജാഗറി. ആകർഷകമായ നിറം നൽകുന്നതിന് വേണ്ടിയാണത്. ചോദ്യം നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. അടുത്ത, വാട്ട് ഈസ് ദ ഹാം ഇൻ ആഡിങ് റെഡോമിൻ സ്പെല്ലിങ് നോക്കണേ കുഞ്ഞുങ്ങളെ. ഇംഗ്ലീഷുകാർക്ക് RHO കേട്ടോ, റോഡോമിൻ എന്നാ അല്ലേ, റെഡോമിൻ എന്നാണോ ഞാനും വായിച്ചേ ടെസ്റ്റിൽ. റോയ ശരിയാ കുഞ്ഞുങ്ങളെ, റെഡോമിൻ ഞാൻ പറഞ്ഞിട്ട് റോഡോമിൻ എന്നാണ്. റോഡോമിൻ ബി ചേർക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണ് നോക്കിക്കേ. റോഡോമിൻ ബി ചെറിയ തോതിൽ പോലും ശരീരത്തിലെത്തിയാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു. ദ പ്രസൻസ് ഓഫ് ഇവൻ എ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് റോഡോമിൻ ബി ഇൻ ദ ബോഡി ക്യാൻ കോസ് ഫാറ്റൽ ഡിസീസ് ലൈക്ക് ക്യാൻസർ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്, ആഡിങ് ദ റോഡോമിൻ ബി. ഈ റോഡോമിൻ ബിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഇത് സിന്തറ്റിക് കളർ കൊടുക്കുന്ന ആകർഷമായി നിറം നൽകുന്നതിനാണ്. അതുപോലെ തന്നെ ഇത് ചെറിയ രീതിയിൽ പോലും നമ്മുടെ ശരീരത്തിൽ നമുക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരെയും വരാമെന്നാണ് പറയുന്നത്. ശർക്കരയിൽ എന്തിനാണ് റോഡോമിൻ ബി ചേർക്കുന്നത്? റോഡോമിൻ ബി ചേർക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്ത് എന്ന ചോദ്യത്തിൻ്റെ അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 എഴുതിക്കോണേ. അപ്പോൾ അഡൾട്ടറേഷൻ എന്നാൽ എന്തെന്ന് ഒരു മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ബോക്സിൽ കിടപ്പുണ്ടേ. ഓക്കെ, മായം ചേർക്കൽ, അഡൾട്ടറേഷൻ. ആഹാരവസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ കലർത്തുന്നതാണ് ഈ മായം ചേർക്കൽ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൽ നിന്നും ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം അത് വിൽക്കുന്നതും ഗുണനിലവാരമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ
അനധികൃതമായി നിറങ്ങൾ ചേർക്കുന്നതുമാണ് മായം ചേർക്കൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്നുണ്ട് മായം ചേർക്കൽ എന്ന് വെച്ചാൽ ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ കലർത്തുന്നതാണ് ഈ മായം ചേർക്കൽ എന്ന് പറയുന്നത്. അഡീഷൻ ഓഫ് സിമിലർ ചീപ്പ് ആൻഡ് പുവർ ക്വാളിറ്റി സബ്സ്റ്റൻസ് ടു ഫുഡ് ഐറ്റംസ് ഈസ് കാൾഡ് അഡൾട്ടറേഷൻ. ഒരു മാർക്കിന് ചോദിക്കുമ്പോൾ ഇത്രയും തന്നെ എഴുതണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, നമ്മൾ ഈ മായമില്ലാത്ത ഒരു സാധനം നമുക്ക് ഇല്ല അല്ലേ. ഇപ്പോൾ നോക്കിക്കേ, അടുത്ത തേനിലെ മായം. നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചത് ഓർമ്മ വേണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇനി നമ്മൾ തേനിനകത്തിലെ മായം. തേനിൽ മായമായി ചേർക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? വെള്ളം, ശർക്കര ലായനി, പഞ്ചസാര ലായനി, കഞ്ഞിവെള്ളം. ഇത് 3 പടമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ശുദ്ധമായ തേൻ വളരെ വിലപിടിപ്പുള്ളതാണ്. പഞ്ചസാരയുടെയോ ശർക്കരയുടെയോ ലായനി തേനിൽ ചേർക്കാറുണ്ട്. ഒരു കോട്ടൺ തിരി തേനിൽ മുക്കി കത്തിക്കുക. അത് നന്നായി കത്തുന്നുണ്ടെങ്കിൽ മായം ചേരാത്ത തേനാണ്. നോക്കണേ നിങ്ങൾ, അതെങ്ങനെ അറിയുമെന്നാ കേട്ടോ. ഒരു കോട്ടൻ്റെ തിരി ഉണ്ടല്ലോ, തിരി എടുത്തിട്ട് നമ്മുടെ തേനിൽ മുക്കുക, എന്നിട്ട് കത്തിക്കുക. അത് നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ മായം ചേരാത്ത തേനാണ്. എന്നാൽ കത്തിക്കുമ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടാകുകയാണെങ്കിൽ ആ തേൻ മായം ചേർന്നതാണ്. തേനിൽ ചേർത്ത പഞ്ചസാര, ശർക്കര ലായനിയിലെ ജലാംശമാണ് തിരി കത്തുമ്പോൾ ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഉണ്ടാകുന്നത്. ശുദ്ധമായ തേൻ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ നേരെ അത് താഴ്ന്നു പോവും. മായം ചേർത്തതാണെങ്കിൽ തേനാണെങ്കിൽ ഉടനെ വെള്ളത്തിൽ അതങ്ങ് ലയിച്ചു പോവും. അല്പം തേനെടുത്ത് ഈ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കി അത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തേനുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കണേ നിങ്ങളെ കേട്ടോ. എന്താ, കോട്ടൻ്റെ തിരി ഉണ്ടല്ലോ, തിരി എന്ന് വെച്ചാൽ ഇനി എന്തോന്നറിയോ, നമ്മൾ ഈ ചെറിയ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വിളക്കത്തിരി ആയാലും മതി കുഞ്ഞുങ്ങളെ. വിളക്കിൻ്റെ തിരി ഉണ്ടെങ്കിലേ അതെടുത്ത് ഈ തേനിനകത്തി മുക്കിയിട്ടൊന്ന് കത്തിച്ച് നോക്കിയാൽ മതി. പൊട്ടലും ചീറ്റലും ഉണ്ടെങ്കിൽ അവരത് പറയുന്നുണ്ടല്ലോ, പൊട്ടലും ചീറ്റലും ഉണ്ടാകുകയാണെങ്കിൽ അതിനകത്തിൽ പഞ്ചസാരയുടെയോ ശർക്കരയുടെയോ ലായനി ഒഴിച്ചതാണ് അവർ, എന്ന് വെച്ചാൽ കണ്ടന്റ് അളവ് കൂട്ടാൻ വേണ്ടി അല്ലേ. ഓക്കെ ആണോ? തേനിൻ്റെ കാര്യം അത് ഞാൻ തേനിൻ്റെ എഴുതിയിട്ടില്ല നിങ്ങളെ, കാരണം അത് റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ടെസ്റ്റിൽ ഞാനിപ്പോൾ വായിച്ചത് നിങ്ങൾ കേട്ടല്ലോ, സംഭവം പിടികിട്ടിയല്ലോ. അടുത്തത്, നാം ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളിലെ മായവും അത് കണ്ടെത്തുന്നതിനുള്ള മാർഗവും നമ്മൾ ഇങ്ങനെ. ഇപ്പം തേനിൻ്റെ മനസ്സിലായല്ലോ എങ്ങനെയാണ്. ഇനി നമുക്ക് ഓരോ നോക്കിയ മഞ്ഞൾ. 1 ഗ്ലാസ് ടംബ്ലറിൽ, ടംബ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, ഇല്ല കുറച്ച് വെള്ളം എടുത്ത് അതിൽ 1 നുള്ളും മഞ്ഞൾപ്പൊടി വിതറുക കേട്ടോ. 1 ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്ത്, ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടി വിതറുക. കൃത്രിമ നിറം ചേർന്നിട്ടുണ്ടെങ്കിൽ നിറം താഴേക്ക് പടരും. കൃത്രിമമായിട്ട് വല്ല കളറും അതിലുണ്ടെങ്കിൽ ആ നിറം ഇങ്ങനെ താഴോട്ട് പടരും. ഇല്ലെങ്കിൽ നിറം ഇളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയും. നിറമൊന്നും മാറാതെ ആ മഞ്ഞൾ നേരെ താഴോട്ടിങ്ങ് അടിക്കുമെന്ന്. മഞ്ഞളിൻ്റെ കാര്യം ഓക്കെ ആയോ? ഇനി വെളിച്ചെണ്ണ. 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം നിരീക്ഷിക്കുക. ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ മുഴുവനും കട്ടിയായിട്ടുണ്ടാവും. മറ്റേതെങ്കിലും എണ്ണകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് മുകളിൽ ദ്രാവക രൂപത്തിൽ അത് പൊങ്ങിക്കിടക്കുമെന്ന്. ഇനി കായം. 1 കഷ്ണം കായം സ്പൂണിലെടുത്ത് കത്തിച്ച് നോക്കിയാൽ കർപ്പൂരം കത്തുന്നത് പോലെ നന്നായി കത്തുന്നില്ലെങ്കിൽ മായം ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആകെ ഒരു ഇച്ചിരിയില്ല, കായപ്പൊടിയാണെങ്കിൽ തന്നെ നമ്മൾ നിങ്ങളെ കുറച്ച് മേടിച്ച് അത് നമ്മുടെ എടുത്ത് എടുത്ത് കത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാർ നമ്മളെ വെച്ചേക്കുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ ഒറിജിനൽ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഓരോ വഴികളാണ് അല്ലേ. തേനിൻ്റെ പഠിച്ച് നമ്മൾ മീൻ കേടാണോ നല്ലതാണോ എന്ന് എങ്ങനെയാണെന്ന് പഠിച്ചു. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നല്ലതാണോ പന്നലാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. മഞ്ഞൾ അല്ലേ, പ്യുവർ ആണോ അല്ല നല്ല മഞ്ഞളാണോ അതോ എന്തെങ്കിലും കണ്ടന്റ് അത് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ പഠിച്ചു. വെളിച്ചെണ്ണ പഠിച്ചു, കായം പഠിച്ചു അല്ലേ. മുകളിൽ നൽകിയിരിക്കുന്ന വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീട്ടിലെ മഞ്ഞപ്പൊടി, കായം, വെളിച്ചെണ്ണ എന്നിവയിൽ മായം ചേർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക. ഓക്കെ ആണോ? ഇനി നോക്കിയാൽ ഒരു ചില്ല് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടി വിതറുക. എന്നിട്ട് നിങ്ങളുടെ നിരീക്ഷണം ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇത് ഈ 3 എണ്ണവും ചെയ്തതിന് ശേഷം അവിടെ നിരീക്ഷണം എഴുതാൻ പറഞ്ഞതാണ് കേട്ടോ. നിങ്ങളുടെ എന്താണോ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ. അടുത്തത്, ഭക്ഷ്യവിഭവങ്ങളുടെ സുരക്ഷിതമായ സൂക്ഷിപ്പ്. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ
എന്താ നിങ്ങളെ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇതുപോലെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കുക എന്നതും കേട്ടോ. അതൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് സൂക്ഷിച്ചു വയ്ക്കൽ ആവശ്യമായി വരുന്നത്? താഴെ പറയുന്നവ എഴുതുക. നോക്കൂ നിങ്ങളെ, ഇത് ഭക്ഷ്യവസ്തുക്കൾ കേടാവുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ കേടാവുന്നത് എങ്ങനെയാണ്? ഹൗ ഡു ഫുഡ് ഗെറ്റ്സ് സ്പോയിൽഡ്? Spoilage of food items is mainly due to the decompositions and the actions by microorganisms like bacteria and fungus. വായിക്കാൻ പറ്റുന്നുണ്ടോ? സ്പോയിലേജ് ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ ഡീകമ്പോസിഷൻസ് ആക്ഷൻസ് ബൈ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗസ്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മ ജീവികൾ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ പല ഭക്ഷ്യവസ്തുക്കളും ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സീസണുകളിലാണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവയെല്ലാം അതാത് സമയങ്ങളിൽ ഉപയോഗിച്ച് തീരുന്നതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഉണ്ടോ കുഞ്ഞുങ്ങളെ? നമ്മൾ ഈ ഭക്ഷ്യവസ്തുക്കളെല്ലാം കേടുവരുന്നത് പറഞ്ഞു. ഇതെല്ലാം കേടുകൂടാതെ എങ്ങനെ സംരക്ഷിക്കാവുന്നൊരു ചോദ്യമുണ്ട് അല്ലേ. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് സൂക്ഷിച്ചു വെക്കാൻ ആവശ്യമായിട്ട് വരുന്നതെന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ്? നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് തീരുന്നില്ല. ഇപ്പം മാങ്ങയുടെ സീസൺ ആണെങ്കിൽ അത് നമ്മൾ മൊത്തവും കൂടെ ഒറ്റ ഇതിൽ തീരുന്നുണ്ടോ? ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് തീരുന്നില്ല. പാചകം ചെയ്ത ഭക്ഷണം നമ്മൾക്ക് അതുപോലെ തന്നെ ബാക്കി വരുന്നുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ വീട്ടിൽ വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളും മറ്റും ഭക്ഷ്യവസ്തുക്കളും അതേ ദിവസം തന്നെ നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നുണ്ടോ? ഇല്ല. പാചകം ചെയ്ത ഭക്ഷണം ബാക്കി വരുന്നുണ്ടോ? ഉണ്ട്. ഇതൊക്കെ ഈ സന്ദർഭങ്ങളിൽ വിശകലനം ചെയ്ത് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കേണ്ടി വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് കണ്ടെത്തുക. എന്തെല്ലാമാണ്? ഭക്ഷ്യക്ഷാമം ഭക്ഷ്യവസ്തുക്കൾ നേരിടുന്നു. ഭക്ഷ്യവസ്തുക്കൾ ശരിയായി സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കും? അതൊരു ചോദ്യം കേട്ടോ. ഭക്ഷ്യവസ്തുക്കൾ ശരിയായി സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ ശരിയായി സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ നമ്മളീ പറഞ്ഞ കാര്യം തന്നെ അല്ലേ, ശരിയായി ഉപയോഗിച്ചില്ല. നമ്മളെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ ഈ മാങ്ങയുടെ കാര്യം തന്നെ പറഞ്ഞു. അത് നമ്മൾ പഴുത്ത മാങ്ങയാണെങ്കിൽ നമ്മളതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ, ഒരു കാലാവധിയുണ്ട്. വീട്ടിലെ പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി, അങ്ങനൊരു ചോദ്യമുണ്ട്. വീട്ടിൽ നമ്മൾ പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന അരി ദീർഘകാലം കുറേ കാലം കേടുവരാതിരിക്കുന്നു. എന്നാൽ ചോറ് ഒരു ദിവസം കഴിയുമ്പോഴേക്കും കേടുവരുന്നു. അപ്പോൾ വേവിച്ചത് കൊണ്ടാണോ കേടുവരുന്നത് എന്നൊരു ചോദ്യം കണ്ട ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ, നമ്മുടെ വീട്ടിൽ പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അരി കുറേ കാലം കേടുവരാതെ ഇരിക്കുന്നു അല്ലേ. പക്ഷെ നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? അത് കേടുവരുന്നു. എന്തുകൊണ്ടാണെന്ന് അല്ലേ. എന്തുകൊണ്ടാ? ഈർപ്പത്തിൻ്റെ സാന്നിധ്യം ചോറ് പെട്ടെന്ന് കേടുവരാൻ കാരണമാകുന്നു എന്നാവും നിങ്ങളെ. ഈർപ്പം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. വെള്ള നനവ് പറ്റിയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന അരിക്ക് അതിനകത്ത് വെള്ള നനവ് പറ്റാത്തതുകൊണ്ട് അത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. പക്ഷേ ചോറിനകത്തിൽ ഈർപ്പം, നമ്മൾ ആ ചോറിനകത്തെ വെള്ള നനവ് പെട്ടെന്ന് ഇതിനെ കേടാക്കുന്നു എന്നാണ് കേട്ടോ, ഈർപ്പം. ഈ കുട്ടിക്കുണ്ടായ സംശയം നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടോ? ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നത്. ഉയർന്ന താപനിലയിലും വളരെ താഴ്ന്ന നിലയിലും സൂക്ഷ്മജീവികൾ പ്രവർത്തനരഹിതമാകും. കൂടാതെ ഈർപ്പം തീരെ ഇല്ലാത്ത സാഹചര്യങ്ങളിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. വായു കടക്കാൻ കഴിയാത്ത വിധം പാക്ക് ചെയ്ത ആഹാര പദാർത്ഥങ്ങളിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ റഫായിട്ടൊന്ന് വായിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ. ഇത് ഈർപ്പം ഉള്ളത് കൊണ്ടാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നിങ്ങളെ, അതായത് ഈർപ്പത്തിന് ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതിക്കൊണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഈ ചോദ്യത്തിൻ്റെ മോയ്സ്ചർ കേട്ടോ, ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ ഇൻ കുക്ക്ഡ് റൈസ് കോസസ് സ്പോയിലേജ് ഓഫ് കുക്ക്ഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ ആഹാരം പാകം ചെയ്തതിനകത്തിൽ നിങ്ങളെ വെള്ളത്തിൻ്റെ അളവ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് അത് പെട്ടെന്ന് സ്പോയിലാകുന്നത് കേട്ടോ. അത് നമ്മൾ അങ്ങനെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇവിടെ പഠിച്ചായിരുന്നു അല്ലേ, സ്പോയിലേജ് ഓഫ് ഫുഡ് ഐറ്റംസ്. ഓക്കെ, അപ്പം അടുത്തത് പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി ദീർഘനാൾ കേടുവരാതിരിക്കാനും ചോറ് ഒരു ദിവസം കഴിയുമ്പോൾ കേടുവരാനുമുള്ള കാരണം എന്തായിരിക്കും? ചർച്ച ചെയ്യാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ, ഈർപ്പത്തിൻ്റെ സാന്നിധ്യമാണ് കേട്ടോ. ഈർപ്പം ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ പാക്കറ്റിൽ നിന്നും ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് പുറത്തേക്ക് വെക്കൂ. ബ്രെഡിൽ 1-2 തുള്ളി വെള്ളം തളിക്കൂ.
3 ദിവസം കഴിഞ്ഞ് ഹാൻഡ് ലെൻസിലൂടെ മൈക്രോസ്കോപ്പിലൂടെയും നിരീക്ഷിക്കുന്നു. നിങ്ങൾ ബ്രെഡിൽ എന്താണ് കാണുന്നത്, ഇതിന് കാരണം എന്താണ്, അതിനകത്തിലെ കണ്ടോ, അതിൻ്റെ കാരണം എന്താണ് നിങ്ങളുടെ ശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ ബ്രെഡിൽ, അതായത് ബ്രെഡിൽ ഫംഗസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, പൂപ്പൽ. പെട്ടെന്നാണ് ഇത് വളർന്നിരിക്കുന്നത്. ജലത്തിൻ്റെ സാന്നിധ്യമാണ് ഈ പൂപ്പലുണ്ടാകാൻ കാരണം കേട്ടോ. അതിൻ്റെ അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതിൻ്റെ ആൻസർ എന്താ, ബ്രെഡിൽ എന്താണ്, ഫംഗസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫംഗസ്, പൂപ്പൽ അല്ലെങ്കിൽ ഫംഗസ് വളർന്നിരിക്കുന്നു അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെ, ഫംഗസ് ഗ്രോ ഇൻ ദ ബ്രെഡ്, ഫംഗസ് ഗ്രോ ഇൻ ദ ബ്രെഡ്, ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ ഹെൽപ്പ് ദ ഫംഗസ് ഗ്രോ. നമ്മൾ വെള്ളം തളിച്ചത് കൊണ്ടാണ് അവിടെ പെട്ടെന്ന് ഈ ഫംഗസ് ഉണ്ടാകുന്നത്. ഓക്കെ ആണോ? ഭക്ഷ്യവസ്തുക്കൾ, ഇത് റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇതിനകത്ത് വലിയ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല, ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന രീതികൾ ഏതെല്ലാം കണ്ടില്ലോ. നമ്മൾ ഓരോ കടയിൽ ചെന്നിരിക്കുന്നത് കണ്ടോ, ഇതെല്ലാം ഉപ്പിലിട്ട സാധനങ്ങളാണ്, ഇതെല്ലാം ഉണക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇവിടെ നോക്കിക്കേ, ഏതോ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടോ, ഓരോ കണ്ടോ, ഇത് നമ്മുടെ ഫ്രിഡ്ജിനകമാണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, വിവിധ ഭക്ഷ്യവസ്തുക്കൾ പല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട്. അതായത് ചിലത് ഉപ്പിലിട്ട് വെക്കുന്നുണ്ട് അല്ലേ, ചിലത് നമ്മൾ ഉണക്കി വെക്കുന്നുണ്ട്, ചിലത് പാക്കറ്റുകളിലാക്കി നല്ലപോലെ മുറുക്കി അടച്ച് വെക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചും സൂക്ഷിക്കുന്നുണ്ട്. ഇത് കേടുവരാതെ ഏത് രീതിയിലാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, മുളക് നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്നുണ്ട്, അതായത് ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ്. പിന്നെ ഈർപ്പം തീരെ ഇല്ലെങ്കിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ അവിടെ കഴിയത്തില്ല, ഈർപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ചെറി നമ്മൾ എങ്ങനെ സൂക്ഷിക്കാവുന്ന, പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കാവുന്ന കേട്ടോ. പഞ്ചസാര ലായനി അല്ലേ. എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ, കീപ്പ് ഇൻ ഷുഗർ സൊല്യൂഷൻ. എഴുതിയില്ലെങ്കിൽ എഴുതിക്കോണേ, കീപ്പ് ഇൻ ഷുഗർ സൊല്യൂഷൻസ്. ഇവിടെ എങ്ങനെ എഴുതാം, അപ്പം മൈക്രോ ഓർഗാനിസം ക്യാൻ നോട്ട് ഗ്രോ ഇൻ ഷുഗർ സൊല്യൂഷൻ. ഇവിടെ അത് എഴുതിക്കോണേ കുഞ്ഞുങ്ങളെ, എന്താ, മൈക്രോ ഓർഗാനിസം ക്യാൻ നോട്ട് ഗ്രോ ഇൻ ഷുഗർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ പഞ്ചസാര ലായനിയിൽ സൂക്ഷ്മജീവികൾ വളരില്ല, പഞ്ചസാര ലായനിക്കകത്തിൽ സൂക്ഷ്മജീവികൾ വളരില്ല. അടുത്ത നെല്ലിക്ക അല്ലെങ്കിൽ ഗൂസ്ബെറി എങ്ങനെ ഉണ്ടാക്കും, കീപ്പ് ഇൻ കോമൺ സാൾട്ട് സൊല്യൂഷൻ. നമ്മൾ സാധാരണ നെല്ലിക്കയൊക്കെ നമ്മൾ സാധാരണയായിട്ടാണ് ഉപ്പ് വെള്ളത്തിൽ ഇട്ടേക്കുന്നത് അല്ലേ. മൈക്രോ ഓർഗാനിസം ക്യാൻ നോട്ട് ഗ്രോ ഇൻ സാൾട്ട് സൊല്യൂഷൻ. അതെന്താ, ഉപ്പ് വെള്ളത്തിൽ ഒരിക്കലും സൂക്ഷ്മജീവികൾ വളരത്തില്ല. പിന്നെ ഏതാണ്, പൈനാപ്പിൾ. നമ്മൾ അവിടെ കണ്ട പടമാണ് പൈനാപ്പിൾ, കീപ്പസ് ജ്യൂസ് ആൻഡ് സ്ക്വാഷ്ഡ്. ഈ പൈനാപ്പിൾ നമ്മൾ കഴിവതും ജ്യൂസായിട്ടും സ്ക്വാഷായിട്ടും ഒക്കെയാണ് കഴിയുന്നത്. സൂക്ഷ്മജീവികൾ വളരാത്ത പദാർത്ഥങ്ങൾ ചേർത്തിരിക്കുന്നു. ഈ സ്ക്വാഷിൻ്റെ നമ്മൾ ടാങ്കോ അങ്ങനെയൊക്കെയുള്ള ജ്യൂസ് ഐറ്റം മേടിക്കുമ്പോൾ അതിനകത്തിൽ സൂക്ഷ്മജീവികൾ വളരാത്ത പദാർത്ഥങ്ങൾ അതിനകത്തിൽ അവർ ചേർത്തിരിക്കും. പിന്നെന്താണ്, ചിപ്സ് അല്ലേ, ചിപ്സിനകത്തുള്ള ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ്. കവറൊക്കെ നല്ല പാക്കറ്റ് ആയിരിക്കില്ല, ഈർപ്പമില്ലാതെയാണ് അത് സൂക്ഷിക്കുന്നത്. സൂക്ഷ്മജീവികൾക്ക് അതുകൊണ്ട് അതിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതും കഴിയില്ല കേട്ടല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ പാനീയങ്ങൾ, ഡ്രിങ്ക് അല്ലേ, വെജിറ്റബിൾസും ഒക്കെ കീപ്പ് ഇൻ റെഫ്രിജറേറ്റർ. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കുന്നത്. അതിൽ താഴ്ന്ന താപനില അതിനകത്തിൽ എന്താ, നമ്മൾ എപ്പോഴും തണുപ്പല്ലേ, താഴ്ന്ന താപനില ആയതുകൊണ്ട് സൂക്ഷ്മജീവികൾ അവിടെ പ്രവർത്തനരഹിതമാകും എന്നാ പറയുന്നത്. മൈക്രോ ഓർഗാനിസം ക്യാൻ നോട്ട് ഗ്രോ ടു ലോ ടെമ്പറേച്ചറിൽ ഒരിക്കലും മൈക്രോ ഓർഗാനിസം ക്യാൻ നോട്ട് ഗ്രോ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷുകാർക്ക് വേണേൽ ഒന്നുകൂടെ ഞാൻ വായിച്ചു തരാം, നിങ്ങളെ നോക്കണേ. ഒന്നാമത്തെ ഫുഡ് ഐറ്റംസ്, ചില്ലി ആണെങ്കിൽ ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ്. മൈക്രോ ഓർഗാനിസം ക്യാനോട്ട് ആക്ട് ഇൻ ദ അബ്സെൻസ് ഓഫ് മോയ്സ്ചർ. ഇനി ചെറി ആണെങ്കിൽ കീപ്പ് ഇൻ ഷുഗർ സൊല്യൂഷൻ. മൈക്രോ ഓർഗാനിസം ക്യാൻ നോട്ട് ഗ്രോ ഇൻ ഷുഗർ സൊല്യൂഷൻ. ഗൂസ്ബെറി, നെല്ലിക്ക എന്താ, കീപ്പ് ഇൻ കോമൺ സാൾട്ട്. നെല്ലിക്ക നമ്മൾ സാധാരണ ഉപ്പ് വെള്ളത്തിൽ അല്ലേ. മൈക്രോ ഓർഗാനിസം ക്യാൻ നോട്ട് ഗ്രോ ഇൻ ഉപ്പ് അല്ലേ, സാൾട്ട് സൊല്യൂഷൻസ്. പൈനാപ്പിൾ നമ്മൾ സാധാരണ ജ്യൂസും സ്ക്വാഷും ഒക്കെയാണ് അല്ലേ. അതിനകത്തിൽ എന്താ, പ്രസൻസ് ഇൻ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നതുകൊണ്ട് പറ്റത്തില്ല. പിന്നെ ചിപ്സ് നമ്മൾ ഉണക്കി ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ്. അതെന്താ, മൈക്രോ ഓർഗാനിസം ക്യാൻ നോട്ട് എന്ന് വെച്ചാൽ എയർ നമ്മളിപ്പോൾ കവറിൽ മേടിക്കുവാണെങ്കിൽ എന്താ, അതിനകത്തിൽ എയർ കയറ്റി നല്ലപോലെ മുറുക്കി അടച്ചു വെച്ചിരിക്കുകയായിരിക്കും. പിന്നെ വെജിറ്റബിൾസും ഡ്രിങ്ക്സും ഒക്കെ കീപ്പ് ഇൻ റെഫ്രിജറേറ്ററുകൾ അല്ലേ, അതൊക്കെ നമ്മൾ ഫ്രിഡ്ജിലാണ്. ഓക്കെ ആണോ? ഇനി അടുത്തൊക്കെ ഉണക്കി സൂക്ഷിക്കുന്നവയും ഉപ്പ് ലായനിയിൽ സൂക്ഷിക്കുന്നവയും പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുന്നവയും കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുന്നവ, പിന്നെ വായു നിബന്ധമായി അടച്ചു സൂക്ഷിക്കുന്നവയിൽ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. നമുക്ക് ഏതെങ്കിലും 2-3 എണ്ണത്തിൻ്റെ പേരെഴുതാം അല്ലേ.
അരി നമ്മളെങ്ങനെയാ ഉണക്കിയാണ് സൂക്ഷിക്കുന്നത് അല്ലേ, അരി ഉണക്കി സൂക്ഷിക്കും. പിന്നെ അരിയുടെ കൂട്ടാണ് ഗോതമ്പ് അല്ലേ, ഗോതമ്പ്, പിന്നെ നമ്മൾ എന്താ കടല, പിന്നെന്താ കുഞ്ഞുങ്ങളെ പയറ്, എള്ള്, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ നമ്മളെന്താ പയറ്, എള്ള്, അതായത് റൈസ്, വീറ്റ്, ബംഗാൾ ഗ്രാം, ഗ്രൗണ്ട് നട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ എഴുതാം. ഇനി ഉപ്പ് ലായനിയിൽ സൂക്ഷിക്കുന്ന ഏതൊക്കെയാ? നെല്ലിക്ക, മാങ്ങ ഒക്കെ നമ്മൾ ഉപ്പ് ലായനിയിൽ ഇട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ വെളുത്തുള്ളി ചിലർ ഉപ്പ് ലായനിയിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ, വെളുത്തുള്ളി, പിന്നെ നാരങ്ങ, ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഇനി പഞ്ചസാര ലായനിയിലാകില്ലേ ചിലവർ എന്തൊക്കെ ഇടാം? പൈനാപ്പിള്, ചെറി, പൈനാപ്പിൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, ചെറി, പിന്നെന്താ നിങ്ങളെ ചക്ക, ചില ആൾക്കാരിടുന്ന കേട്ടോ ചക്ക. പിന്നെ കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുന്ന നമ്മൾ പാല് അല്ലേ, പാല്, മുട്ട, പിന്നെ പപ്പടം, ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് അറിയാമല്ലോ അല്ലേ, മിൽക്ക്, എഗ്ഗ്, ബ്രെഡ്, ഐസ്ക്രീം, ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നത് അല്ലേ. ഇനി അതുപോലെ തന്നെ എന്താ വായു നിബിഡമായി എന്ന് വെച്ചാൽ കവറിൽ പാക്ക് ചെയ്തെന്നാണ് നിങ്ങൾ അത് ഉദ്ദേശിക്കുന്നത്. പ്രിസർവ്ഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തിൽ ഇടുന്നത് ബിസ്ക്കറ്റ് അല്ലേ, ചിപ്സ്, പിന്നെന്താ എന്തെങ്കിലുമൊക്കെ സ്നാക്സുകൾ അല്ലേ, മിക്സ്ചർ അല്ലേ, ഏതെങ്കിലുമൊക്കെ അറിയാവുന്ന, ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഇനി ഉപ്പ് ലായനിയിലും പഞ്ചസാരയിലും അവിടെ ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഉപ്പ് ലായനി, പഞ്ചസാര ലായനി എന്നിവയിൽ സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉപ്പ് ലായനിയിലും പഞ്ചസാര ലായനിയിലും സൂക്ഷ്മജീവികൾ നശിച്ചു പോകുന്നു. അത് കണ്ടോ, അത് മുമ്പ് നമ്മൾ പറഞ്ഞതാ. അതായത് തണ്ടോട് കൂടിയ ഒരു ചേമ്പില 2 എടുത്തിട്ട് നോക്കിക്കേ, ബീക്കർ 2 2 ബീക്കർ എടുത്തിട്ട് ജലം, ഉപ്പ് എടുക്കുക. ഒരെണ്ണത്തിൽ ജലം എടുക്കുക, ഒരെണ്ണത്തിൽ ഉപ്പ് എടുക്കുക. പടം കണ്ടോ നിങ്ങളെ, ഒന്നിൽ ജലവും ഒന്നിൽ ഉപ്പ് വെള്ളം എടുക്കുക. 2 ബീക്കർ എടുക്കുക, ഒരു ബീക്കറിൽ ശുദ്ധജലവും അടുത്തതിൽ ഉപ്പ് ലായനിയും എടുക്കുക. രണ്ടിലും തണ്ടോണ്ട് കൂടിയ ചേമ്പില ഇറക്കി വെക്കുക. ഒരു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ വ്യത്യാസം കണ്ടോ? നല്ല വെള്ളത്തിലിരിക്കുന്നത് എന്താ തെളിഞ്ഞിരിക്കും, മറ്റേത് നോക്കിക്കേ ഉണങ്ങി ഇരിക്കുമെന്ന് കേട്ടോ. ഒത്തിരി ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയോ നിങ്ങളെ, ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച കണ്ണിമാങ്ങ ചുരുങ്ങുന്നതിന് കാരണം എന്താണ്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. കണ്ണിമാങ്ങ ചുരുങ്ങുന്നതിന് കാരണം എന്താണ്? സാൾട്ട് സൊല്യൂഷൻ അബ്സോർബ് വാട്ടർ ഇൻ ദ ടെൻഡർ മാംഗോസ്, സോ ദേ എന്ത് ചെയ്യുന്നു? ഷ്രിങ്ക്, അതായത് കണ്ണിമാങ്ങയിലെ ജലാംശം ആ ഉപ്പുവെള്ളം വലിച്ചെടുക്കുന്നു, അതിനാലാണത് ചുരുങ്ങി പോകുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? വൈ ഡു ടെൻഡർ മാംഗോ പ്രിസർവ്ഡ് ഇൻ സാൾട്ട് സൊല്യൂഷൻ ഷ്രിങ്ക് എന്ന് വെച്ചാൽ സാൾട്ട് സൊല്യൂഷൻ ഒബ്സർവ് വാട്ടർസ് ഇൻ ദ ടെൻഡർ മാംഗോസ്, സോ കേട്ടോ. ഓക്കെ ആണോ? അടുത്തത് പാസ്ചറൈസേഷൻ എന്നാൽ എന്ത്? നോക്കേ, പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ. 70 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് അതിനെ അങ്ങ് തണുപ്പിക്കുന്നു. പെട്ടെന്ന് ഇങ്ങനെ താപവ്യാപനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടുകയും അവ നശിച്ചു പോവുകയും ചെയ്യുന്നു. കേട്ടോ, മലയാളം കേട്ടോ. അതായത് പാസ്ചറൈസേഷൻ ഈസ് എ മെത്തേഡ് ടു പ്രിവെന്റ് സ്പോയിലേജ് ഓഫ് മിൽക്ക്. ഹീറ്റ് മിൽക്ക് ടു 70 degrees Celsius for 30 seconds and cool it to 10 degrees Celsius immediately. The sudden temperature difference lead to the rupturing of the cell membrane of the microorganism. As a result, they got destroyed. കേട്ടോ, മനസ്സിലായോ? എങ്ങനെയാണ് മത്സ്യം കൂടുതൽ നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം എങ്ങനെയാണ് മത്സ്യം കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത്? കാരണം മുമ്പത്തെ കണ്ടായിരുന്നോ നിങ്ങളെ ഇത്? കാരണം ഇത് ഓൾറെഡി ടെസ്റ്റിലുണ്ട്. ഇത് നോക്കിക്കേ, എങ്ങനെയാണ് മത്സ്യം കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത്? ഹൗ ഈസ് യൂസ്ഡ് ടു പ്രിസർവ് ഫിഷ് ഫോർ എ ലോങ് ടൈം. ദ ഐസ് പ്രിവെൻറ്റ് ദ ഡീകേ ഓഫ് ഫിഷ്. അതായത് ഐസ് ഈസ് യൂസ്ഡ് ടു പ്രിസർവ് ഫിഷ് ഫോർ എ ലോങ് ടൈം. ഐസ് പ്രിവെൻറ്റ് ദ ഡീകേ ഓഫ് ഫിഷ്. മത്സ്യം ഐസ് ഇട്ടാൽ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. 13. അടുത്ത 14. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ശുചിത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ വേണം? വാട്ട് ആർ ഷുഡ് ബി ടേക്കൺ ഓഫ് ടു മെയിൻറ്റെയിൻ ഫുഡ് ഹൈജീൻ? ദ പ്ലേസ് ഫ്രം വെയർ ഫുഡ് ഐറ്റംസ് ആർ ബോട്ട്, കുക്കിംഗ്, ഈറ്റിംഗ്, സ്റ്റോറേജ് ഓഫ് ദ ലെഫ്റ്റ് ഓവർ എന്ന് വെച്ചാൽ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്ന സ്ഥലം നമ്മൾ നോക്കണം. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മേടിക്കാൻ പോവുകയാണെങ്കിൽ ആ ചുറ്റുപാട് നമ്മൾ നോക്കും അല്ലേ. നല്ല ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ശുചിത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ആ ചുറ്റുവട്ടം നമ്മൾ നോക്കും അല്ലേ. ദ പ്ലേസ് ഫ്രം വെയർ ഫുഡ് ഐറ്റംസ് ആർ ബോട്ട്, ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്ന സ്ഥലം. പിന്നെ കുക്കിംഗ്, അവരെങ്ങനെയാണ് അത് പാചകം ചെയ്ത് തരുന്നത് അല്ലേ. ഈറ്റിംഗ്, പിന്നെ സ്റ്റോറേജ് ഓഫ് ദ ലെഫ്റ്റ് ഓവർ, ബാക്കിയുള്ളവ അവിടെ ഇവിടെ സൂക്ഷിച്ചു വെക്കൽ എന്നൊക്കെ ഉണ്ട്. ഓക്കെ, എഴുതിയെടുക്കണം കേട്ടോ.
നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ടാണ്. പാചകം ചെയ്യുന്നതിന് മുമ്പ് ധാരാളം വെള്ളം ഉപയോഗിച്ച് മത്സ്യം കഴുകണമെന്ന് പറയുന്നതിന് കാരണം എന്താണ്? എന്താവും നിങ്ങളെ പാചകം, അതായത് ഫിഷ് മസ്റ്റ് ബി ക്ലീൻഡ് വെൽ യൂസിങ് പ്ലെൻറ്റി ഓഫ് വാട്ടർ ബിഫോർ കുക്കിംഗ്. വൈ? അതായത് വൈൽ മേക്കിംഗ് ഐസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് കാൾഡ് അമോണിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ഫോർ ദ ക്വിക്ക് കണ്ടൻസേഷൻ ഓഫ് വാട്ടർ ടു പ്രിവെൻറ്റ് മെൽറ്റിംഗ് ആൻഡ് ടു മെയിൻറ്റെയിൻ ദ ലോ ടെമ്പറേച്ചർ. Ammonium chloride is harmful to our body, so fish must be cleaned well using plenty of water before cooking. അതിൻ്റെ മലയാളം എഴുതിയില്ലേ അല്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏതാണ്ട് നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട് മേക്കിംഗ് ദ, ഇത് ഇംഗ്ലീഷാണ് കേട്ടോ. നമ്മൾ മീൻ മേടിക്കുമ്പോഴേ അത് നല്ലതുപോലെ കഴുകിയെടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. ആഹാരൻ്റെ ആൻസർ നല്ല ആഹാരം ഇത് നമ്മൾ വായിച്ച മത്സ്യം കേടുകൂടാതിരിക്കാൻ ഐസ് ഉപയോഗിക്കുന്നത്. ഇതിനകത്തിൽ എന്തൊക്കെയാണ്? നമ്മുടെ അമോണിയം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തിൽ ദോഷകരമാണ് കേട്ടോ. റെഫ്രിജറേറ്റർ, സൂക്ഷ്മജീവികൾ, അതിൻ്റെ പാസ്ചറൈസേഷൻ്റെ ഉണ്ടോ? ഇത് ഞാൻ വലിച്ച് വായിക്കാൻ നമുക്ക് സമയക്കുറവുണ്ടാവില്ല. നമ്മളവിടെ ഇത് പഠിച്ചു. ശുചിത്വത്തിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്ന സ്ഥലം നമുക്ക് നോക്കണം. വാങ്ങിയ ശേഷമുള്ള സൂക്ഷിച്ചു വെക്കൽ, പാചകം ചെയ്യൽ, ആഹാരം കഴിക്കൽ, ബാക്കിയുള്ളവ എന്ത് ചെയ്യണോ അത് കേട്ടോ. പിന്നെ ആഹാരമായിട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതൊക്കെ ഇവിടെ നോക്കൂ നിങ്ങളെ. അപ്പം ഇതിൻ്റെ മലയാളം നോക്കിക്കേ. പഴം, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയ വാങ്ങുന്ന സ്ഥലങ്ങൾ, മാർക്കറ്റുകൾ വൃത്തിയുള്ളതാണ്. നമ്മൾ ആ ഇത് ഫില്ല് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. പഴം, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയവയൊക്കെ വാങ്ങുന്ന സ്ഥലങ്ങൾ, മാർക്കറ്റുകൾ വൃത്തിയുള്ളതാണ്. ഇംഗ്ലീഷുകാർക്ക് എങ്ങനെ ആയിരിക്കും നിങ്ങളെ ചോദ്യം? ടു പ്ലേസ് മാർക്കറ്റ് ഫ്രം വെയർ യു പർച്ചേസ് ഫ്രൂട്ട്സ്. എന്താ അത് വൃത്തിയുള്ളതാണോ ഇല്ലയോ നമ്മൾ നോക്കണം അല്ലേ? വൃത്തിയുള്ളതാണ്. പിന്നെ വെൻഡേഴ്സ് വിയർ ഗ്ലോ ആൻഡ് മാസ്ക്. ഈ കച്ചവടക്കാരെ ഗ്ലൗസോ മാസ്കോ എന്നിവ ധരിക്കാറുണ്ടോ? ഓക്കെ, അത് നല്ലതാണ്. പിന്നെ മാർക്കറ്റിൽ ഭക്ഷ്യവസ്തുക്കൾ വൃത്തിയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഭക്ഷ്യവസ്തുക്കൾ അടച്ച് സൂക്ഷിക്കുന്നുണ്ട്. ശുദ്ധമായ ജലമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. കത്തി, പാത്രം, കട്ടിംഗ് ബോർഡ്, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ നന്നായി കഴുകിയ ശേഷമാണ് ഉപയോഗിക്കുന്നത്. പഴം, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയവ കഴുകിയാണ് മുറിക്കുന്നത്. ഓക്കെ. പാചകം ചെയ്ത ശേഷം ആഹാരം അടച്ചു വയ്ക്കുന്നു. പിന്നെ ആഹാരം വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുമ്പ് കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. എത്ര പേര് ചെയ്യുന്നുണ്ടെന്നാ. വൃത്തിയാക്കിയ പാത്രങ്ങളാണ് ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്നത്. പാചകം ചെയ്ത് അധിക സമയം കഴിയുന്നതിന് മുമ്പ് ആഹാരം കഴിക്കുന്നു അല്ലേ? ഓക്കെ. വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു. അത് വളരെ കുറവായല്ലേ? അത് ഫോണിൻ്റെ മൊബൈലിൽ ചാർജ് തീർന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വരും അല്ലേ? അല്ലെങ്കിൽ പാടാ അല്ലേ? ബാക്കിയുള്ള ആഹാരം പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയത് മാത്രം കേടുവരാതെ സൂക്ഷിക്കുന്നു. ഓക്കെ. ആഹാരം കഴിച്ച സ്ഥലം തുടച്ച് വൃത്തിയാക്കുന്നു. ഓക്കെ. ഓക്കെ നിങ്ങളെ പ്രധാനപ്പെട്ട ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ തന്നിട്ടുണ്ട്. ഒരു 15 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. അതായത് പാചകം ചെയ്യുന്നതിന് മുമ്പ് ധാരാളം വെള്ളം ഉപയോഗിച്ച് മത്സ്യം കഴുകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ടെസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഞാനത് പറഞ്ഞായിരുന്നു കേട്ടോ. ഇതൊക്കെ എഴുതിയാൽ മതി. ഓക്കെ നിങ്ങളെ കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ എല്ലാ ചാപ്റ്ററുകളും തീർന്നിട്ടുണ്ട്. എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എടുത്ത് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. രണ്ടായാലും കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ. മനസ്സിലായാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.